എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കേരള വണിക വൈശ്യ സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞാൻ എസ് കുട്ടപ്പൻ ചെട്ടിയാർ, സംഘടനയുടെ പ്രസിഡൻ്റാണ്. എൻ്റെ വലതുവശത്തിരിക്കുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി എസ് സുബ്രഹ്മണ്യൻ ചെട്ടിയാർ. അതിനടുത്തിരിക്കുന്നത് ശ്രീ എം രാമചന്ദ്രൻ ചെട്ടിയാർ, സംഘടനയുടെ സംഘടനാ സെക്രട്ടറിയാണ്. ഇടതുവശത്തിരിക്കുന്നത് ശ്രീ മണികണ്ഠൻ, സംഘടനയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അടുത്തത് എം ജി മഞ്ചേഷ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. ബാക്കിലിരിക്കുന്ന ശ്രീ എം രാമകൃഷ്ണൻ, വണിക വൈശ്യ യൂത്ത് ഫെഡറേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളിന്നിങ്ങനെ നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനുമായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. കേരള വണിക വൈശ്യ സംഘം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി പരമ്പരാഗതമായി ഈ നാട്ടിൽ എണ്ണക്കുരുക്കൾ ശേഖരിച്ച് ആട്ടി എണ്ണ ഉൽപ്പാദിപ്പിച്ച് ഈ നാടിന് വെളിച്ചം കൊടുത്ത ഒരു സമുദായമാണ്. ഇന്ത്യയിൽ 14 കോടിയോളം ആളുകളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ പരമ്പരാഗത തൊഴിൽ ചെയ്തു വന്ന സാഹു എന്നും ഗുപ്ത എന്നും വാണിയ എന്നും വണിക വൈശ്യ എന്നും ഗണ്ടള എന്നും ഗണികാറ എന്നും ഒക്കെ പറയുന്ന വിവിധ ജാതി നാമങ്ങൾ അറിയപ്പെടുന്ന സമൂഹത്തിൻ്റെ കേരളത്തിൽ ജീവിക്കുന്നവരാണ് കേരളത്തിലെ വണിക വൈശ്യ വാണിയ സമുദായ അംഗങ്ങൾ. ഈ സംഘടന രൂപീകരിച്ചിട്ട് 82 വർഷം തികയുകയാണ്. 1942 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ഈ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി സംഘടന പ്രവർത്തന രംഗത്തേക്ക് കടന്നത്. കേരളത്തിലുടനീളം ചിന്നിച്ചിതറി താമസിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ്. കാരണം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടമായി താമസിക്കുവാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം വണിക വൈശ്യ സമുദായ അംഗങ്ങൾ കേരളത്തിൽ അധിവസിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമുദായങ്ങളുടെ ആകെ ജനസംഖ്യ എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇന്ന് വരെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ചു വരാൻ കഴിയാത്ത ചിന്നിച്ചിതറി താമസിക്കുന്ന ജനസമൂഹങ്ങൾക്ക് ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ലഭിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംവരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങളെ 1956 പിന്നോക്ക സമുദായ പട്ടികയിൽ ഉൾപ്പെടുത്തി. അന്ന് പിന്നോക്ക സമുദായ പട്ടികയിൽ 56 സമുദായങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത് SN ഈഴവ സമുദായം ഉൾപ്പെടെ. ഇന്നത് 140ഓളം സമുദായങ്ങളുണ്ട്. ആ 56 സമുദായങ്ങളിൽ 10% സംവരണം OBH എന്ന് തിരിച്ച് അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് ഇതിനെല്ലാം കൂടി ഒന്നിച്ചൊരു ഗ്രൂപ്പാക്കി എല്ലാവർക്കും കൂടി 10% സംവരണം അനുവദിച്ചിരുന്നു. അതിൽ ഒരു സമുദായമാണ് ഞങ്ങളുടെ സമുദായം, വണിക വൈശ്യ സമുദായം. ഈഴവ സമുദായത്തിന് 14, മുസ്ലിമിന് 12, അങ്ങനെ 40% സംവരണം ഓരോ സമുദായങ്ങൾക്കും പ്രത്യേകമായി തരംതിരിച്ച് അല്ലെങ്കിൽ പ്രത്യേക കോട്ട നിശ്ചയിച്ച് കൊടുത്തിരുന്നു. ചെറിയ ചെറിയ പിന്നോക്ക സമുദായങ്ങളെല്ലാം കൂടി ചേർത്ത് വണിക വൈശ്യ, വീരശൈവ, പത്മശാലിയ, വെളുത്തേടത്ത് നായർ, വിളക്കത്തല നായർ, ഈഴവാത്തി, ചക്കാല ഇങ്ങനെ പറയുന്ന സമുദായങ്ങളെ ഒന്നിച്ച ഒരു ഗ്രൂപ്പാക്കി. കാരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ശതമാനം പ്രത്യേകമായി കൊടുക്കാൻ അർഹതയില്ല അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു കൺസെപ്ഷൻ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ അല്ലെങ്കിൽ ശരിയായ വിധത്തിലുള്ള കണക്കെടുത്തിട്ടല്ല അന്ന് ഭരിച്ചിരുന്ന ആളുകൾ അങ്ങനെ ധരിച്ചു, അങ്ങനെ പറഞ്ഞു. എന്നാൽ ഇന്ന് ആ 54 സമുദായങ്ങളുടെ ലിസ്റ്റിനകത്ത് 141 സമുദായങ്ങളുണ്ട്. 10% സംവരണം ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച് ഇപ്പോൾ 3%. അപ്പോൾ 3% സംവരണം ഉദ്യോഗ വിദ്യാഭ്യാസ രംഗങ്ങളിൽ 140 സമുദായങ്ങൾക്ക് കൂടി ലഭിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ആർക്കും അത് വിശ്വസിക്കാൻ പറ്റും. അത്രമാത്രം ക്രൂരമായി ഈ സമൂഹങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് കേരളം ഭരിച്ച സർക്കാരുകൾ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 79 വിശ്വകർമ്മ സമുദായത്തിന് 3% പ്രത്യേകം സംവരണം കൊടുത്തു, 80 ഈവര സമുദായത്തിന് കൊടുത്തു, 82 വിശ്വകർമ്മ നാടാർ സമുദായത്തിന് കൊടുത്തു. അപ്പോൾ നാടാർ സമുദായത്തിന് 2%, ധീവര സമുദായത്തിന് 2%, വിശ്വകർമ്മ സമുദായത്തിന് 3%. അങ്ങനെ 7% സംവരണം ഞങ്ങൾക്കുണ്ടായിരുന്ന OBH നിന്ന്
വിവിധ കാലഘട്ടങ്ങളിൽ വെട്ടിക്കുറച്ച് ഈ സമുദായങ്ങൾക്ക് പ്രത്യേകം കൊടുക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള നീതിയും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. എല്ലാ തലങ്ങളിലും അവഗണനയാണ്. പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിച്ച സമൂഹങ്ങളാണ്. രാജഭരണകാലത്ത് ഇതിനേക്കാൾ കൂടുതൽ അംഗീകാരം ഈ സമൂഹങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ, കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജനാധിപത്യ ഭരണം വന്നപ്പോൾ ഞങ്ങളെ എല്ലാം ക്രൂരമായി ദ്രോഹിക്കുന്ന നടപടി എല്ലാ കാലത്തും. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളിവിടെ പത്രസമ്മേളനത്തിൽ നിരവധി പ്രാവശ്യം അത് അവതരിപ്പിക്കുകയും ഏതാണ്ട് ഒരു മാസത്തിലധികം കാലം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഞങ്ങളുടെ OBHനകത്താണ് 41 മുന്നോക്ക ക്രിസ്ത്യൻ സഭകളിലെ നാടാർ സമുദായത്തെ കൂടി ഉൾപ്പെടുത്തി സംവരണം അട്ടിമറിച്ചത്. അങ്ങനെ നിരന്തരമായി അവഗണന നേടുന്ന സമൂഹങ്ങളിൽ ഒന്നാണ്, പ്രബല സമുദായമാണ്. ആ ചെറിയ സമുദായങ്ങളിൽ ഒരു പ്രബല സമുദായമാണ് വണികവൈശ്യ സമുദായം. ഇതിൻ്റെ അവകാശങ്ങളൊക്കെ അല്ലെങ്കിൽ ആവശ്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. ഞങ്ങളുടെ സമ്മേളനത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവകാശ പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10 ലക്ഷം ആളുകളെ കൊണ്ട് ഒപ്പുകൾ ശേഖരിച്ച് തലച്ചുവടായി ഞങ്ങളുടെ പ്രകടനത്തിനോട് മുന്നിൽ അത് പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളന വേദിയിൽ എത്തിക്കാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. 82ാം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെയൊക്കെ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാനും ആ സമ്മേളനം ഒരു ചരിത്ര വിജയമാക്കുന്നതിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുവാനുമാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സമ്മേളനത്തെക്കുറിച്ച് ഞാൻ പ്രധാനമായി പറയാൻ പറയുന്നത് കേരളത്തിലുടനീളമുള്ള 656 ശാഖകളുണ്ട് വണികവൈശ്യ സംഘത്തിന്. 656 ശാഖകളിലും മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തി, ശാഖാ തിരഞ്ഞെടുപ്പുകൾ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റ് അനുസരിച്ച് ശാഖകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും ശാഖകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ ചേർത്ത് ജില്ലാ സമ്മേളനങ്ങൾ എല്ലാ ജില്ലയിലും 12 ജില്ലാ കമ്മിറ്റികളാണുള്ളത്. ഞങ്ങൾക്ക് വയനാടും അതുപോലെ തന്നെ കാസർഗോഡും ജില്ലാ കമ്മിറ്റികളില്ല. 12 ജില്ലാ കമ്മിറ്റികളിലും വിപുലമായ സമ്മേളനങ്ങൾ, പ്രകടനങ്ങളോടുകൂടി സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനങ്ങൾ ജില്ലാ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തി. അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് പോഷക സംഘടനകളുണ്ട്, മഹിളാ ഫെഡറേഷനുണ്ട്, യൂത്ത് ഫെഡറേഷനുണ്ട്, ഉദ്യോഗസ്ഥന്മാരെയും ബിസിനസ്സുകാരെയും ഒക്കെ ചേർത്തുകൊണ്ട് സ്നേഹസമാജ് എന്നൊരു സംഘടനയുണ്ട്, പ്രവാസി സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട്, ബാലശലഭം എന്ന് പറയുന്ന സംഘടനയുണ്ട്, ചിലമ്പ് എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുണ്ട്. ഇങ്ങനെ 7 സംഘടനകൾക്ക് ഈ സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ആ 7 സംഘടനകളുടെയും സംസ്ഥാന സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. 25-ാം തീയതി കേരളത്തിലുടനീളം പതാക ദിനമായി ആചരിക്കുകയാണ്. അത് കഴിഞ്ഞ് 27-ാം തീയതി രാവിലെ 8 മണിക്ക് കരമന ഉജ്ജയിനിമക്കാളി ക്ഷേത്രത്തിൽ, ഈ സമുദായത്തിൻ്റെ ക്ഷേത്രമാണ്, കേരളത്തിൽ 734 ക്ഷേത്രങ്ങളുണ്ട് വാണിയ സമുദായത്തിൻ്റെതായി. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വേറെ 108 ക്ഷേത്രങ്ങളുണ്ട്. ഇത് കണ്ണകിയുടെ അവതാരങ്ങൾ, വിവിധ അവതാരങ്ങൾ, മുത്തുമാരി എന്നും അതുപോലെ തന്നെ പല പേരുകൾ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളാണ്. കരമനയിലെ ഉജ്ജയിനിമക്കാളി ക്ഷേത്രത്തിൽ നിന്ന് പതാകയും അമ്പലത്തറ ഉജ്ജയിനിമക്കാളി ക്ഷേത്രത്തിൽ ദീപശിഖയും പുറപ്പെടും. അത് രണ്ടും ഈ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വൈകിട്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെത്തും. അതിനോടൊപ്പം തന്നെ കൊടിമരം, അവിടെ നാട്ടാറുള്ള കൊടിമരം വിശ്വനാഥൻ ചെട്ടിയാർ എന്ന് പറയുന്ന സംഘത്തിൻ്റെ നേതാവിൻ്റെ വസതിയിൽ നിന്ന് വൈകുന്നേരം പുറപ്പെട്ട് ഇത് 2-3 കൂടി ചേർത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് റിലേയായി സമ്മേളന നഗറിലെത്തും. 28-ാം തീയതി രാവിലെ 10 മണിക്ക് സമ്മേളന ഉദ്ഘാടനം നടക്കും. അതിൻ്റെ വിശദ വിവരങ്ങൾ നോട്ടീസിൽ ചേർത്തിട്ടുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഉജ്ജ്വല പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 ലക്ഷം ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കുവാനുള്ള തീരുമാനമാണ്. എല്ലാ ജില്ലകളിൽ നിന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പ്രകടനം പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തുമ്പോൾ പൊതുസമ്മേളനം നടക്കും. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് വരുന്നതിന് മുമ്പ് നിശ്ചയിച്ച ഒരു പ്രോഗ്രാമാണ്. നിശ്ചയിച്ച പ്രോഗ്രാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞത്. എന്തായാലും ശരി, അതിൽ മാറ്റണ്ട എന്നുള്ള സംഘടനയുടെ തീരുമാനമനുസരിച്ച് അദ്ദേഹമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 29-ാം തീയതി രാവിലെ വിദ്യാഭ്യാസ തൊഴിൽ സമ്മേളനമുണ്ട്. ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്മേളനമാണത്.
വണികവൈശ്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 2-3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു എയ്ഡഡ് കോളേജ് അനുവദിച്ചിട്ടത് ഇതുവരെ ഞങ്ങളുടെ കൈകളിൽ എത്തിയില്ല. 3 കോളേജുകൾ അടൂരിലും പാലക്കാടുമായി നടത്തുന്നു. 1 രൂപ പോലും ഡൊണേഷനോ ക്യാപിറ്റേഷനോ PTA ഫണ്ടോ പോലും വാങ്ങാതെ 2 സ്വാശ്രയ കോളേജ് ഒരു എയ്ഡഡ് കോളേജ് എന്നുള്ള പഴയ ഒരു സങ്കല്പമുണ്ട് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ചത്. അതനുസരിച്ച് ഇന്നും അതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു മാനേജ്മെൻ്റാണ് ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിയത്തൊരു എയ്ഡഡ് കോളേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാന കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അത് അനുവദിച്ചു. പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ അനുവാദം നിഷേധിച്ചു. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വീണ്ടും ആ കോളേജിനുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഈ 2024 അധ്യയന വർഷം അത് അനുവദിച്ചു തരണം എന്നുള്ള ശക്തമായ ആവശ്യം ഞങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും ചോക്ക് പീസ് വരെ വാങ്ങിച്ചു വെച്ചുകൊണ്ടാണ് അത് കാത്തിരിക്കുന്നത്. 8-10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സമുദായത്തിലെ ഓരോ അംഗങ്ങളിൽ നിന്ന് 50, 100, 5000, 2000 ഒക്കെ പിരിച്ചെടുത്ത് സമാഹരിച്ച തുക കൊണ്ടാണ് കോളേജുകൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. ആ സാഹചര്യത്തിൽ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായത്തിൽപ്പെട്ട സൗകര്യമുള്ള അംഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങാനും ആ നഴ്സിംഗ് കോളേജ് ഭാവിയിൽ ഒരു മെഡിക്കൽ കോളേജായി മാറ്റുവാനുമൊക്കെയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ഈ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ പരമ്പരാഗത തൊഴിൽ, എണ്ണയാട്ട് തൊഴിൽ, അതിപ്പോൾ ഒരൊറ്റ കുടുംബങ്ങളിൽ പോലും പഴയ ചക്കാട്ടുന്ന സംവിധാനം ഇപ്പോൾ ഇല്ല. എല്ലാ യന്ത്രവൽക്കരണമാണ്. ഞങ്ങളുടെ ആളുകൾ അതിനകത്ത് 5-10 ആളുകൾ കേരളത്തിൽ നോക്കിയാൽ ഓയിൽ മില്ലുകൾ നടത്തുന്നവരായിട്ട് കാണാം. ബാക്കിയുള്ളവർക്കൊന്നും ആ തൊഴിലുമായി യാതൊരു ബന്ധവുമില്ല. ആ തൊഴിൽ വീണ്ടും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ കുത്തകയാക്കി മാറ്റാനുള്ള ആത്മാർത്ഥമായൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഡെമോൺസ്ട്രേഷൻ ഈ സമ്മേളന നഗറിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ചെലവിൽ കേരളത്തിലുടനീളം ഈ സമുദായ അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളോടെയുള്ള എന്നാൽ പഴയ രീതിയിലുള്ള ചക്ക് എണ്ണയാട്ടുന്ന അതേ സംവിധാനത്തിൽ ഞങ്ങൾ ആ ബിസിനസ് രംഗത്തേക്ക് കടക്കുകയാണ്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അന്ന് അവിടെ പ്രഖ്യാപിക്കും. അതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കുടുംബങ്ങൾ ആ തൊഴിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും ഗുണകരമായ 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബക്കാർ ആട്ടി എണ്ണ ഉൽപ്പാദിപ്പിച്ച് നാടിനെ ആരോഗ്യ സംരക്ഷണം ജനങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചതുപോലെ വീണ്ടും ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിൽ. അതുപോലെ തന്നെ ഇവിടെ വിതരണം ചെയ്യുന്ന എണ്ണകളുണ്ട്. അതിൻ്റെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള കുഴപ്പങ്ങൾ അത് എന്തുമാത്രം വ്യാജമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അത് തുറന്നു കാണിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അത് ഞങ്ങൾ തുറന്നു കാണിക്കാൻ പോവുകയാണ്. ഓരോ ബ്രാൻഡ് നെയിമിലുമുള്ള എണ്ണകളിൽ എത്രമാത്രം പരിശുദ്ധിയുണ്ട്, എത്രമാത്രം അതിൽ വാക്സ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു കാണിക്കാനും ശുദ്ധമായ എണ്ണ ഈ നാട്ടിൽ വിതരണം ചെയ്യുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്താൻ പോവുകയാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2ാമത്തെ സെഷനുണ്ട്. ഭരണരംഗത്ത് ഞങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് എങ്ങനെ ഭരണ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നു. നിരവധിയായ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ അവിടെ പങ്കെടുപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സെമിനാർ ഞങ്ങൾ ഈ സമ്മേളനത്തോടൊപ്പം നടത്തുന്നു. ഭരണഘടന, സംവരണം, സാമൂഹ്യനീതി, പ്രാതിനിധ്യം, ജനസംഖ്യ അല്ലെങ്കിൽ ജാതി തിരിച്ച് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിൻ്റെ പ്രാധാന്യം ഈ വിഷയത്തെ അധികരിച്ച് ഡോക്ടർ മോഹൻ ഗോപാൽ, ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ മോഹൻ ഗോപാൽ അതിൽ പങ്കെടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞ് സാമൂഹ്യ നീതി സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖരായ പിന്നോക്ക പട്ടികവർഗ സംഘടനാ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അത് പരിഹരിക്കപ്പെടുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്താനുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ടിയുള്ള സെഷനാണത്. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗം നടക്കും. കഴിഞ്ഞ 5 വർഷത്തെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും കണക്കും അവിടെ അവതരിപ്പിക്കും. പിറ്റേ ദിവസം ആ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ചകൾ നടക്കും.
റിപ്പോർട്ട് അന്തിമമായി അംഗീകരിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് സമാപന സമ്മേളനം നടക്കും. ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആ സമ്മേളനത്തിൽ ഞങ്ങൾ അവകാശ പ്രഖ്യാപനം നടത്തും. UDF-ന്റെ കൺവീനർ ഉൾപ്പെടെയുള്ളവർ, കുമ്മനം രാജശേഖരൻ അവർ ഉൾപ്പെടെയുള്ളവർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞിട്ട് സംഘത്തിൻ്റെ അടുത്ത 3 വർഷത്തേക്കുള്ള സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. അങ്ങനെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം ഒരു ചരിത്ര വിജയമാക്കാൻ, വണികവൈശ്യ സംഘത്തിൻ്റെ സമുദായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ഒരു മഹാസംഭവമാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് കഴിഞ്ഞ 1 വർഷക്കാലമായി വണികവൈശ്യ സംഘത്തിൻ്റെ ശാഖാ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ, ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ സഹായിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട്, കുടുംബാംഗങ്ങളെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ പത്രമാധ്യമങ്ങളെയും അതുപോലെ തന്നെ അതിൻ്റെ അംഗങ്ങളെയും നിങ്ങളെയും ഒക്കെ കാണുന്നത്. എല്ലാ കാലത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആത്മാർത്ഥമായി ഞങ്ങൾ പറയുകയാണ്, കഴിഞ്ഞ 40 വർഷക്കാലമായി ഒന്നുമില്ലാതെ, 1 രൂപ പോലും കൈബദലില്ലാതെ, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു സംഘടനയെ ഈ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പ്രയത്നം, ആ പ്രയത്നം പൂർണ്ണ അർത്ഥത്തിൽ വിജയിപ്പിച്ചത് ഈ കേരളത്തിലെ പത്രമാധ്യമ സുഹൃത്തുക്കളാണ്. എല്ലാവരുമായി ഏറ്റവും കൂടുതൽ അടുപ്പവും സ്നേഹവും സൗഹൃദവും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന എന്നുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തലും ഒക്കെ കൊണ്ട് അത് വിജയകരമായി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനിയും ആ വിധത്തിലുള്ള ഒരു സഹായവും സഹകരണവും നിങ്ങളുടെ എല്ലാം ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ള വിനയപൂർവമായ അഭ്യർത്ഥനയോടെ ഈ സമ്മേളനത്തിൽ 3 ദിവസവും നിങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാകണം. ഏറ്റവും നല്ല നിലയിൽ അതിനെ കവർ ചെയ്യുവാനും അത് പ്രസിദ്ധീകരിച്ചു വരുവാനും ജനങ്ങളുടെ ഇടയിലേക്ക് സന്ദേശം എത്തിക്കുവാനും ഒക്കെയുള്ള ഒരു സഹായം ചെയ്തു തരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.